നമസ്കാരം, ലേൺ യൂട്യൂബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോഗ്രാമിംഗ് പ്രിൻസിപ്പിളിലെ ലൂപ്പ് എന്ന കൺസെപ്റ്റാണ്. എന്താണ് ലൂപ്പ് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെപ്പോൾ ലൂപ്പ് എന്ന് പറയാം, അല്ലേ? ലൂപ്പിൽ കുടുങ്ങുക, അതിങ്ങനെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ലൂപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഈ കേസിൽ എന്താണ് ലൂപ്പ്? വാട്ട് ഈസ് എ ലൂപ്പ്? A loop is a programming structure that represents a sequence of instruction until a specific condition is met. അതായത് ഒരു പ്രത്യേക കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്നത് വരെ ആ ഇൻസ്ട്രക്ഷൻസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ലൂപ്പ്. ഒരു സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷനാണ്. ഒരു പ്രത്യേക കണ്ടീഷൻ മെറ്റ് ആകുന്നവരെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതെന്തിനാണ് അങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നമുക്ക് കുറേ സ്റ്റുഡൻറ്റിൻ്റെ റെക്കോർഡുണ്ട്. ഒരുപാട് സ്റ്റുഡൻറ്റിൻ്റെ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ റെക്കോർഡ് ഇവിടെ കാണാൻ പറ്റും. ശരത്തിൻ്റെ മാർക്ക് 440, ഹമീദിൻ്റെ 500, രാഹുൽ 350, തോമസ്, പ്രകാശ്, ഇങ്ങനെ 7 സ്റ്റുഡൻറ്റിൻ്റെ മാർക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്ന ഒരു പ്രത്യേക കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. മാർക്ക് 360ൻ്റെ മുകളിൽ താഴെ ഉള്ളതെല്ലാം തോറ്റു, ഫെയിലായി, 360 മോഡലെല്ലാം പാസ്സായി. ഇപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ശരത്തിൻ്റെ എടുക്കണം, അല്ലേ? ആദ്യം ശരത്തിൻ്റെ, പിന്നെ ഹമീദിൻ്റെ എടുക്കണം, പിന്നെ രാഹുലിൻ്റെ എടുക്കണം. അങ്ങനെ ഓരോ ആളുകൾ എടുത്തിട്ട് നമ്മൾ ഈഫ് കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ഈഫ് ആ മാർക്ക് ലെസ് ദാൻ 360 ആണെങ്കിൽ ഫെയിൽഡ്, എൽസ് പാസ്ഡ്, അല്ലേ? നമ്മൾ കണ്ടീഷൻ പഠിച്ചു, ഈഫ് എൽസ്. അപ്പോൾ ഇനി ഇത്രയും റെക്കോർഡുകൾ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യണമെങ്കിൽ അത്രയും തവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടീഷൻ കൊടുക്കണം. അതിന് പകരം നമ്മൾ ഒരു ലൂപ്പിനകത്ത് ഒരേപോലത്തെ, ഇതിനും ശരത്താണെങ്കിലും ഹമീദാണെങ്കിലും രാഹുലാണെങ്കിലും എല്ലാവർക്കും എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് സെയിമാണ്. അപ്പം നമ്മൾ അത്രയും തവണ എഴുതുന്നതിന് പകരം ഒരു ലൂപ്പിനകത്ത് ഈ റെക്കോർഡെല്ലാം കൊടുക്കും. അതാണ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഇത്രയും സ്റ്റുഡൻറ്റ് തീരുന്നത് വരെ അതേ സാധനം എക്സിക്യൂട്ട് ചെയ്യും, പക്ഷേ വാല്യൂ മാറ്റിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് 440, 500 അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതിന് നമ്മൾ ഒരു പുതിയ ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ പുതിയൊരു സ്ട്രക്ചർ നമ്മൾ പഠിക്കുന്നത് അറേ എന്ന് പറഞ്ഞതാണ്. അറേ ഈസ് എ വേരിയബിൾ ദാറ്റ് ക്യാൻ സ്റ്റോർ മൾട്ടിപ്പിൾ വാല്യൂസ്, അല്ലേ? നേരത്തെ നമ്മൾ വേരിയബിൾ പഠിച്ചിരുന്നു. ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു പെർട്ടിക്കുലർ മെമ്മറിയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ വേരിയബിൾ പഠിച്ചിട്ടുണ്ട്. ഈ വേരിയബിൾ എന്താണ്? ഇതിൻ്റെ സ്ട്രക്ചർ കണ്ടോ? ഇൻറ്റ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ്, അതായത് നമ്പറാണ്, ഇൻറ്റിജറാണ്. ഇൻറ്റ് മാർക്ക് ബ്രാക്കറ്റ് ഇട്ടിട്ട് 7, അതായത് മാർക്ക് എന്നുള്ള വേരിയബിളിനകത്ത് 7 റെക്കോർഡുകൾ നമുക്ക് ഇടാൻ പറ്റും. 7 സ്റ്റുഡൻ്റാണല്ലോ അവിടെ ഉള്ളത്. അപ്പോൾ 7 സ്റ്റുഡൻറ്റിൻ്റെ 7 റെക്കോർഡുകൾ നമുക്ക് മാർക്ക് വേരിയബിൾ ഇടാൻ പറ്റും. എന്നിട്ട് നമ്മൾ സ്റ്റുഡൻറ്റ് അക്കൗണ്ട് എന്നുകൊണ്ട് വേരിയബിൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് 7 കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലൂപ്പിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്താണ്. അതല്ലാതെയും നമുക്ക് ലൂപ്പിൽ വേറെ മെത്തേഡ് ഉണ്ട്. നമുക്ക് ഈ അരയിൽ എത്ര ഐറ്റം ഉണ്ട് എടുക്കാനുള്ള വേറെ എമൗണ്ട് ഉണ്ട്, ഫങ്ഷനാലിറ്റി ഉണ്ട്. അപ്പോൾ ഇനി ലൂപ്പ് നോക്കുമ്പം നമുക്ക് ഇനി ലൂപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇതിപ്പോൾ അര എന്താണെന്ന് പഠിച്ചു, അല്ലേ? നമ്മൾ അര ഈസ് എ വേരിയബിൾ ദാറ്റ് ക്യാൻ സ്റ്റോർ മൾട്ടിപ്പിൾ വാല്യൂസ്. ഈ സെയിം ടൈപ്പുള്ള മൾട്ടിപ്പിൾ വാല്യൂസ് സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ അരയിൽ ഈ 7 സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റകളും നമുക്ക് അരയിൽ ഇൻസെർട്ട് ചെയ്യാൻ പറ്റും. അതിങ്ങനെ കാണിക്കുക. മാർക്ക് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആണത്, മാർക്ക് ഓഫ് 1 സെക്കൻഡ്, അങ്ങനെ 0 മുതലാണ് എപ്പോഴും ഇൻഡെക്സ് തുടങ്ങുക അരേൻ്റെ. ഇനി ഇൻഡെക്സ് എന്നാണ് പറയുക. അപ്പോൾ മാർക്ക് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റുഡൻറ്റ് മാർക്ക് നമുക്ക് കിട്ടും. അതുപോലെ മാർക്ക് ആദ്യത്തെ സ്റ്റുഡൻറ്റിൻ്റെത് ഈ വേരിയബിളിലേക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ മാർക്ക് ഓഫ് 0 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ആ വാല്യൂ കൊടുത്താൽ മതി. തിരിച്ചെടുക്കണമെങ്കിൽ മാർക്ക് ഓഫ് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കിട്ടും. അങ്ങനെ മാർക്ക് ഓഫ് 1, 2 അങ്ങനെ എല്ലാ അരയിലും നമ്മൾ സ്റ്റോർ ചെയ്തു. ഇത്രയും വാല്യൂസ് നമ്മൾ അരയിൽ സ്റ്റോർ ചെയ്തു, വേരിയബിൾസ്. ഇനി ലൂപ്പ് എന്താണെന്ന് നോക്കാം. ലൂപ്പിന് 3 ഭാഗങ്ങളാണുള്ളത്. ആദ്യം നമ്മൾ ലൂപ്പിന് ഇൻഡെക്സ് ചെയ്യാനായിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. ഐ എന്നാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്ത് പേരും കൊടുക്കാം. ഐ എന്ന് പറഞ്ഞ വേരിയബിൾ ഇൻഡെക്സ് ചെയ്യാനാണ്. അത് ഇൻറ്റിജർ ഫോർ ലൂപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. 3 ടൈപ്പ് ലൂപ്പ് ഉണ്ട്: ഫോർ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, വൈൽ ലൂപ്പ്. ഫസ്റ്റ് ഞാൻ ഫോർ ലൂപ്പ് പറയാം. 3ഉം ഓരോരോ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. എല്ലാത്തിനും ഉപയോഗം എന്ന് പറയുന്നത് ലൂപ്പിംഗ് തന്നെയാണ്. അതായത് ഒരേ സ്റ്റേറ്റ്മെൻറ്റ് മൾട്ടിപ്പിൾ വാല്യൂസിലേക്ക് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കാനാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഈഫ് എൽസും 7 തവണ എഴുതേണ്ടി വരും. താഴെ ഓരോ വാല്യൂസ് എടുക്കുമ്പോൾ അത്രയും തവണ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും.
പകരം നമ്മളൊരു ലൂപ്പിനകത്താക്കി ഇതിനിട്ടേക്കാണ്. അപ്പോൾ അത് ആദ്യം ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നു, വീണ്ടും പോകുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു, അങ്ങനെ. അപ്പോൾ ഈ കണ്ടീഷൻ ഇത് എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ ഈ കണ്ടീഷൻ. അതായത് ഐ എന്നുള്ളതിൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ കൂട്ടി, ഐ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു വേരിയബിൾ, അതിൻ്റെ വാല്യൂ ഇവിടെ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് 1 വെച്ചിട്ട്. i++ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, i = i+1 ആണ്. ഓരോന്ന് കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഫോർ int i = 0, അപ്പോൾ അത് ഇനീഷ്യലൈസേഷൻ ആണ്. അത് നമ്മൾ ചെക്ക് ചെയ്തു i ലെസ് ദാൻ സ്റ്റുഡൻറ്റ് കൗണ്ട് ആണോ. സ്റ്റുഡൻറ്റ് കൗണ്ട് മൊത്തം 7 നമ്മൾ നേരത്തെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രോഗ്രാമിൽ അല്ലേ. സ്റ്റുഡൻറ്റ് കൗണ്ട് = 7. അപ്പോൾ i ലെസ് ദാൻ = സ്റ്റുഡൻറ്റ് കൗണ്ട് ആണോ, ലെസ് ദാൻ സ്റ്റുഡൻറ്റ് കൗണ്ടിൽ ചെറുതാണോ നോക്കി. കാരണം 0 തുടങ്ങുന്നത്. അപ്പം സ്റ്റുഡൻറ്റ് 7 കുറവ്, 0 to 6 പറയുമ്പോഴത്തേന് 7 സ്റ്റുഡൻറ്റ് വാല്യൂ ആയി. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്തു, അതിന് ശേഷം i ഇൻക്രിമെൻറ്റ് ചെയ്തു i++. അപ്പോൾ i 0 ആണ്, i ലെസ് ദാൻ ഇത് i++. അപ്പോൾ ആദ്യത്തെ തവണ i ഇൻക്രിമെൻറ്റ് ചെയ്യൂല. അപ്പോൾ അത് ഇവിടെ അകത്ത് വരും. ഇഫ് സ്റ്റുഡൻറ്റ് ഓഫ് 0 ലെസ് ദാൻ 360 ആണെന്ന് നോക്കും. അപ്പോൾ എന്താണ് സ്റ്റുഡൻറ്റ് ഓഫ് 0 എന്നാൽ ഫസ്റ്റത്തെ സ്റ്റുഡൻറ്റാണ്, അത് 350 കുറവാണോ, അല്ല. അപ്പോൾ അത് അയാൾ പാസ്സായിട്ടുണ്ട്. അപ്പം അല്ല, അപ്പം എൽസിൽ പോകും, മെസ്സേജ് പാസ്ഡ് ആണ്, വീണ്ടും വരും. എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. ഇപ്പോൾ ഐൻ്റെ വാല്യൂ എന്താണ്, ഫസ്റ്റ് ഇവിടെ ഐൻ്റെ വാല്യൂ ഇൻക്രീസ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഐൻ്റെ വാല്യൂ എന്താണ്, ഇപ്പം 1 ആണ്. അപ്പോൾ സ്റ്റുഡൻറ്റ് ഓഫ് 1 ലെസ് ദാൻ 360, 1ത്തെ സ്റ്റുഡൻറ്റിൻ്റെ വാല്യൂ എന്താണ്, ഹമീദ് അല്ലേ. ഹമീദിൻ്റെ മാർക്ക് നോക്കുന്നു. അപ്പോൾ എത്രയാണത്, 500 ആണ്. അപ്പോൾ അത് ചെക്ക് ചെയ്തു, ഫെയിൽഡ് ആണോ, ലെസ് ദാൻ 360 അല്ല, തെറ്റാണല്ലേ. 500 360 കുറവല്ല, അതുകൊണ്ട് അത് എൽസ് പോയി അവൻ പാസ്ഡ് ആണ്. ഇങ്ങനെ ഇത് കറങ്ങിക്കൊണ്ടിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് ഇത് ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഫോർ ലൂപ്പ് അല്ലെങ്കിൽ ലൂപ്പ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഈ സ്റ്റുഡൻറ്റിൻ്റെ കൗണ്ട് എപ്പോഴാണോ 7 ആവുന്നത്, i ലെസ് ദാൻ 7, അപ്പോൾ i ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെയൊക്കെ. i++ എന്ന് പറഞ്ഞാൽ i = i+1 ആണ് കേട്ടോ. മൈനസും നമുക്ക് കൊടുക്കാൻ പറ്റും, i മൈനസ്, അതായത് i = i-1. അപ്പം i = i+1 എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നത്തെ ഐൻ്റെ വാല്യൂയുടെ കൂടെ 1 കൂട്ടിയിട്ടാണ് ഇപ്പോഴത്തെ i. തൊട്ട് മുന്നേ ഐയുടെ വാല്യൂ 0 1 ആയിരുന്നു അല്ലേ, 1 ആയിരുന്നു. ആ 1 കൂടിയപ്പോൾ 2 ആയി. ഈ സ്റ്റുഡൻറ്റ് ഓഫ് 2 360 ആണ് നോക്കും. ഇങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്ത് പോകും. ഇനി ലൂപ്പ് 4ൻ്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇനീഷ്യലൈസേഷനാണ്, ഒരു വേരിയബിൾ ഉണ്ടാക്കിയിട്ട് അതിലേക്കൊരു വാല്യൂ സെറ്റ് ചെയ്യും, എന്നിട്ട് കണ്ടീഷനാണ്, ചെക്ക് ചെയ്യും. ഇതാകുമ്പോഴാണ് സ്റ്റോപ്പ് ആവുക. ഈ ഒരു കണ്ടീഷൻ മെറ്റ് ആകുമ്പോഴാണ് അവിടെ സ്റ്റോപ്പ് വരിക. കണ്ടോ, സ്റ്റോപ്പല്ല, ഈ ഒരു കണ്ടീഷൻ മെറ്റ് ചെയ്യുന്നത് വരെയാണ് ചെയ്യുന്നത്. ഇപ്പോഴൊക്കെ ഈ കണ്ടീഷൻ മെറ്റായി, അതുകൊണ്ട് ഇതിനകത്തേക്ക് കയറി. മെറ്റായിട്ടില്ലെങ്കിൽ ഫോർ ലൂപ്പ് പുറത്തേക്ക് എക്സിറ്റ് ചെയ്ത് പോകും. അപ്പോൾ 7 സ്റ്റുഡൻറ്റ് വരെ ഉള്ളൂ ഇത് ചെയ്യുക അല്ലേ. 7ാമത്തെ വരുമ്പോൾ എന്ത് സംഭവിക്കും, 6 ആണ് i വരിക, 6 ലെസ് ദാൻ 7, അത് ശരിയാണ്. വീണ്ടും i കൂടുമ്പോൾ i 7 ആവും. അപ്പോൾ 7 ലെസ് ദാൻ 7 തെറ്റിയില്ലേ. അപ്പോൾ ഈ ഫോർ ലൂപ്പ് പുറത്തേക്ക് വരും. അപ്പോൾ 6 എണ്ണം മാത്രം എക്സിക്യൂട്ട് ചെയ്ത് ഫോർ ലൂപ്പ് പുറത്തേക്ക് വരും. അതാണ് ഇത് കണ്ടീഷൻ പറഞ്ഞത്. മെറ്റാവുന്നത് വരെ അത് എക്സിക്യൂട്ട് ആവും. ഇനി a++ കണ്ടോ, അതായത് ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റോ, മൈനസ് എന്നാണ് ഡിക്രിമെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യും. ഇതാണ് ഫോർ ലൂപ്പിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ പ്രോഗ്രാമിംഗ് നമുക്ക് പലതും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാനുണ്ടാവും. കുറേ നമ്പർ ഓഫ് ആളുകളുടെ ഡീറ്റെയിൽസ് ലിസ്റ്റ് ചെയ്യാനുണ്ടാവും, ചെക്ക് ചെയ്യാനുണ്ടാവും, കണ്ടീഷൻ ചെയ്യാനുണ്ടാവും. അതിനൊക്കെ നമ്മൾ ലൂപ്പ് വെച്ചിട്ടാണ് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇത്ര പ്രാവശ്യം എഴുതിയാൽ മതി, ബാക്കി കംപ്ലീറ്റ് ലൂപ്പിനകത്ത് ഇരുന്ന് എത്ര എണ്ണം എന്ന് വെച്ചാൽ അത്ര കറങ്ങിക്കൊള്ളുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ലൂപ്പ് നമ്മളിപ്പോൾ അരയിലിട്ടതിന് ശേഷമാണ് ഇവിടെ ലൂപ്പ് ചെയ്തത്. അപ്പോൾ അരയെ പഠിച്ചു, ലൂപ്പും പഠിച്ചു. ഇനി അടുത്തത് ഇനി നമ്മളതിൻ്റെ ഔട്ട്പുട്ടാണ്. ഇപ്പോൾ പ്രോഗ്രാം ചെയ്യുന്ന ഔട്ട്പുട്ട് ഉണ്ടോ, പാസ്ഡ് ഫെയിൽഡ് 310 350 ഉള്ള ആൾക്കാർ തോറ്റു, ബാക്കി എല്ലാ ആൾക്കാരും പാസ്സായി. 360 കുറവാണെങ്കിൽ എല്ലാം ഫെയിൽഡാണ്. നമ്മളവിടെ ചെക്ക് ചെയ്തതനുസരിച്ച് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ കിട്ടി. തേർഡായിട്ടുള്ള സംഭവമാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു, വേരിയബിൾ പഠിച്ചു, ഡാറ്റ ടൈപ്പ് പഠിച്ചു, പിന്നെ നമ്മൾ കീവേഡ്സ് എന്താണെന്ന് പഠിച്ചു, കണ്ടീഷൻസ് പഠിച്ചു, ഇപ്പോൾ ക്യാരക്ടർ പഠിച്ചു, അരേ പഠിച്ചു, ലൂപ്പ് പഠിച്ചു അല്ലേ. ഇനി ക്യാരക്ടേഴ്സ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രോഗ്രാമിനകത്ത് വരും. നമ്മൾ പ്രോഗ്രാം ചെയ്ത് തുടങ്ങും പ്രാക്ടിക്കൽ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം പ്രോഗ്രാമിനകത്ത് വരും. അപ്പോൾ അത് വരുമ്പോൾ നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞുകൊണ്ട് എല്ലാം മനസ്സിലാവും എന്താ ഉദ്ദേശിച്ചെന്നുള്ളത്. അപ്പോൾ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റോർ എ സിംഗിൾ ക്യാരക്ടർ ആൻഡ് റിക്വസ്റ്റ് എ സിംഗിൾ ബൈറ്റ് ഓഫ് മെമ്മറി. അതായത് മെമ്മറിയിൽ നമ്മളൊരു പെർട്ടിക്കുലർ സ്ഥലത്ത് പോയി സ്റ്റോർ ചെയ്യുന്നതാണ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ
ആ മെമ്മറിക്ക് പർട്ടിക്കുലർ ലെങ്ത് ഉണ്ടാവും. ആ ഇൻഡിജറിൻ്റെ ലെങ്ത് വരെയുള്ള ഒരു എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ വാല്യൂ ആണ്, അത് സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറിയാണത്. അപ്പോൾ എക്സിൽ എന്ത് വാല്യൂ കൊടുത്താലും അത് അവിടെ സ്റ്റോർ ചെയ്യും. പിന്നെ എക്സ് ഈക്വൽ ടു പറഞ്ഞാൽ അത് ആ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ ഒരു സിംഗിൾ ക്യാരക്ടർ സ്റ്റോർ ചെയ്യാണ് ക്യാരക്ടർ എന്നുള്ള ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ജെൻഡർ കണ്ടോ, ജെൻഡർ ഈക്വൽ ടു എം, ജെൻഡർ ഈക്വൽ ടു എഫ്. അതായത് നമ്മൾ സെക്സ് ഇപ്പോൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇപ്പം ആണാണോ പെണ്ണാണോ, അപ്പോൾ അതിന് ജെൻഡർ എന്ന് പറയും. കാർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ്, ജെൻഡർ എന്ന് പറഞ്ഞ വേരിയബിൾ നെയിം. ജെൻഡർ ഈക്വൽ ടു എം കണ്ടോ, ഒരു സിംഗിൾ ക്യാരക്ടറാണ് സ്റ്റോർ ചെയ്യുള്ളൂ, മൾട്ടിപ്പിൾ ഇതിൽ കയറൂല, കൊടുത്തു കഴിഞ്ഞാൽ എറർ കിട്ടും. ഓർ ജെൻഡർ ഈക്വൽ ടു എഫ് ഉണ്ടോ. ഇതാണ് ക്യാരക്ടർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ക്യാരക്ടർ പഠിച്ചു, ലൂപ്പ് പഠിച്ചു, അറേ പഠിച്ചു. ഓക്കെ, ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് കൂടുതൽ ഇനിയും കാണാം. ഓക്കെ.